പലസ്തീനിലെ ഭീകര സംഘടനയായ ഹമാസ് സ്വവർഗാനുരാഗികളായ സ്വന്തം അംഗങ്ങളെ പീഡിപ്പിക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്തതായി ന്യൂയോർക്ക് പോസ്റ്റിന്റെ റിപ്പോർട്ട്. ഹമാസിന്റെ തടവിലായിരുന്ന പുരുഷന്മാരായ ഇസ്രയേലി ബന്ദികളെ ഹമാസ് ഭീകരർ ബലാത്സംഗം ചെയ്തതായും ഇസ്രയേൽ പ്രതിരോധ സേനയ്ക്ക് ലഭ്യമായ രഹസ്യരേഖകൾ വെളിപ്പെടുത്തുന്നതായി റിപ്പോർട്ടിൽ പറയുന്നു. ഹമാസിന്റെ ധാർമ്മിക പരിശോധനകളിൽ 94 ഭീകരർ പരാജയപ്പെട്ടതായും രേഖകളിൽ പറയുന്നുണ്ട്. സ്വവർഗബന്ധത്തിൽ ഏർപ്പെടുക, നിയമപരമായ ബന്ധമില്ലാത്ത സ്ത്രീകളുമായി പ്രണയത്തിലാകുക, കുട്ടികളെ ബലാത്സംഗം ചെയ്യുക, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക എന്നിവയെല്ലാം അവർ ചെയ്ത കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെടുന്നു. പലസ്തീനിൽ സ്വവർഗ ലൈംഗിക ബന്ധം നിയമവിരുദ്ധമാണ്. തടവ്, വധശിക്ഷയും വരെ ലഭിക്കാൻ സാധ്യതയുള്ള കുറ്റകൃത്യമാണ്. 2012-നും 2019-നും ഇടയിൽ ചില രഹസ്യ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ സ്വവർഗാനുരാഗികളായ അംഗങ്ങൾക്കെതിരെ ഹമാസ് നടപടി സ്വീകരിച്ചിരുന്നു. അയാൾക്ക് ഫേസ്ബുക്കിൽ പ്രണയബന്ധങ്ങളുണ്ട്. അവൻ ഒരിക്കലും പ്രാർത്ഥിക്കുന്നത് കാണുന്നില്ല. പെരുമാറ്റത്തിലും ധാർമ്മികപരമായും അവനിൽ ചില മാറ്റങ്ങളുണ്ട്. രഹസ്യരേഖയിൽ ഒരു ഹമാസ് അംഗത്തിനെതിരായ ആരോപണമാണിത്. അവൻ എപ്പോഴും ദൈവത്തെ ശപിക്കുന്നു. ഒരു കൊച്ചുകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചതായി വിവരം ലഭിച്ചു എന്ന് മറ്റൊരാളെക്കുറിച്ചും ആരോപണമുന്നയിക്കുന്നു. എന്നാൽ സ്വവർഗബന്ധത്തിന്റെ പേരിൽ ഹമാസ് സ്വന്തം അംഗങ്ങളിൽ ഒരാളെ വധശിക്ഷയ്ക്ക് വിധിച്ചതായുള്ള ആദ്യത്തെ റിപ്പോർട്ടല്ല ഇത്. 2016-ൽ ഉന്നത ഹമാസ് കമാൻഡറായ മഹ്മൂദ് എഷ്താവിയെ ഒരു പുരുഷനുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതിന് ഹമാസ് വെടിവെച്ചു കൊന്നിരുന്നു. ഇയാൾ ഒരു ഇസ്രയേലി ചാരനാണ് എന്നും ഹമാസ് ആരോപിച്ചിരുന്നു. വധശിക്ഷയ്ക്ക് മുൻപ് 1 വർഷത്തോളം എഷ്താവിയെ ക്രൂരമായ പീഡനത്തിന് ഇരയാക്കിയെന്നും ചില രേഖകളിൽ പരാമർശിച്ചിട്ടുണ്ട്. എഷ്താവിയെ 1 വർഷത്തോളം ജയിലിൽ അടച്ചിടുകയും കൈകാലുകളിൽ കെട്ടിത്തൂക്കി മണിക്കൂറുകളോളം പീഡനത്തിന് ഇരയാക്കിയെന്നും റിപ്പോർട്ടിൽ പറയുന്നു. 2023 ഒക്ടോബർ 7-ലെ ആക്രമണത്തിന് ശേഷം ഹമാസ് ഭീകരർ ബന്ദികളാക്കിയിട്ടുള്ള ഇസ്രയേലി പുരുഷന്മാരെ ബലാത്സംഗം ചെയ്തതായും ഇസ്രയേലി സർക്കാരുമായി അടുത്ത വൃത്തങ്ങൾ പറഞ്ഞതായി ന്യൂയോർക്ക് പോസ്റ്റിന്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. സ്വന്തം സംഘടനയ്ക്കുള്ളിലുള്ളവർ പോലും ഹമാസിന്റെ തീവ്രവാദ പ്രത്യയശാസ്ത്രവുമായി പൊരുത്തപ്പെടാത്തവർ, അത് സ്ത്രീകളായാലും പത്രപ്രവർത്തകരായാലും ആക്ടിവിസ്റ്റുകളായാലും ന്യൂനപക്ഷ വിഭാഗങ്ങളായാലും പീഡനമോ തടവോ വധശിക്ഷയോ നേരിടേണ്ടി വരുമെന്ന് ഇസ്രയേലി ആക്ടിവിസ്റ്റായ ഈവ് ഹാരോ പറഞ്ഞതായി ദ പോസ്റ്റിന്റെ റിപ്പോർട്ടിലും പറയുന്നു.